നമുക്കിനി യദുവിന്റെയും ഒപ്പം ആര്യയുടെയും അഥവാ മേയർ ഡ്രൈവർ തർക്കത്തിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ പ്രഭാത വാർത്താ യാത്രയിൽ. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അല്ലമീനിൽ നിന്നറിയാം. ഏറെ ചർച്ചയായ മേയർ ഡ്രൈവർ തർക്കത്തിൽ അന്വേഷണം എവിടെ വരെയായി എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. സംഭവം പുനരാവിഷ്കരിക്കുകയാണ് അന്വേഷണ സംഘം. പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സാഹചര്യ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി ശനിയാഴ്ച രാത്രി പട്ടം പ്ലാമൂട് മുതൽ PMG വരെ ബസും കാറും ഓടിച്ചായിരുന്നു പോലീസ് പരിശോധന. ബസ്സിലെ ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ മുന്നിൽ പോകുന്ന വാഹനത്തിലെ യാത്രക്കാർക്ക് കാണാനാകുമെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അല്ലമീൻ തൊട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. CBIക്ക് ഡമ്മി പരിശോധന, KSRTCക്ക് പോലീസിന് KSRTC കാർ പരിശോധന. എങ്ങനെയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ പുനരാവിഷ്കരിച്ചത്? പെൻഡ്രൈവ് കിട്ടത്തില്ലെന്ന് ഏകദേശം ബോധ്യമായ സാഹചര്യത്തിലാണോ സാഹചര്യ തെളിവുകളിലേക്ക് കടന്നിരിക്കുന്നത് അല്ലമീൻ? അരുൺ, ഞാൻ നിൽക്കുന്ന ഒരു റോഡിന്റെ നടുവിലാണ്. ഏതാണ്ട് ഇതുപോലെ ഒരു നടു റോഡിൽ വെച്ചാണ് നട്ടപ്പാതിരാക്ക് മേയറും ഡ്രൈവറും തമ്മിൽ ഒരു തർക്കത്തിലേക്കും മറ്റുമൊക്കെ പോയത്. ആ പരാതിയുടെ പ്രധാനപ്പെട്ട കഴമ്പായി മേയർ ചൂണ്ടിക്കാണിക്കുന്നത് ഡ്രൈവർ യദു ബസ്സിനകത്തിരുന്ന് തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ളതാണ്. മുന്നിൽ പോകുന്ന വാഹനം, നമുക്കിപ്പോൾ വേറൊരു വാഹനം കാണിച്ചു തരാം. ബസ്സല്ല, വേറൊരു വാഹനമാണ്. ഇതുപോലൊരു വാഹനത്തിന്റെ മുന്നിൽ കൂടെ ഒരു ബസ് പോകുമ്പോൾ, അല്ലെങ്കിൽ കാറ് പോകുമ്പോൾ, ആ വാഹനത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ബസ്സിന്റെ ഒരു സ്റ്റിയറിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾ എന്തെങ്കിലും ലൈംഗിക അധിക്ഷേപമോ മറ്റെന്തെങ്കിലും ആംഗ്യമോ കാണിച്ചാൽ മുന്നേ പോകുന്ന വാഹനത്തിലുള്ള ആളുകൾക്ക് അത് കാണാനാകുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മേയർ പറഞ്ഞത് അങ്ങനെയാണ്. ഇത് ബസ്സാണെന്ന് കരുതിയാൽ ബസ് കടന്നു വരുന്നു, ബസ്സിന്റെ മുന്നിൽ കൂടെ മേയറും സംഘവും സഞ്ചരിക്കുന്ന വാഹനം പോകുന്നു. പിൻസീറ്റിലിരുന്ന മേയർ തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് യദു എന്തോ ഒരു ലൈംഗിക അധിക്ഷേപം നടത്തി. അത് പക്ഷേ എങ്ങനെ സാധ്യമാകും? അത് കാണാൻ പറ്റുമോ? അങ്ങനെ ബസ്സിലിരുന്ന ആൾ കാണിച്ചാൽ കാറിലിരിക്കുന്നവർ കാണാൻ പറ്റുമോ എന്നൊക്കെ ഒരു വലിയ ചോദ്യവും വിമർശനവും മേയർക്കെതിരെ ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യ തെളിവ് ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് പട്ടം പ്ലാമൂട് മുതൽ PMG വരെ ബസ്സും കാറും ഓടിച്ച് ഒരു പരിശോധന നടത്തിയത്. അത് ഒരു KSRTC ബസ് എത്തിക്കുന്നു, ഒപ്പം മേയറും സംഘവും സഞ്ചരിച്ചിരുന്ന ചുവന്ന വാഗനർ കാറും എത്തിക്കുന്നു. ഇത് രണ്ടും പരസ്പരം ഈ പറഞ്ഞ ഏരിയയിൽ കൂടി ഓടിച്ചു നോക്കിയിട്ടാണ് ഒരു പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ പോലീസ് പറയുന്നത് അത്തരത്തിൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരാൾ എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ മുൻഭാഗത്തു കൂടി പോകുന്ന കാറിലിരുന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർക്കത് കാണാനാകും എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. യദു അങ്ങനെ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മേയർ പറയുന്നത് പോലെ അങ്ങനെ കണ്ടു, അങ്ങനെ കാണാനാകും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന ഒരു നിഗമനം. അതിന്റെ ദൃശ്യങ്ങളും ആ പരിശോധനയുടെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കാരണം ഒരു സാഹചര്യ തെളിവായിട്ട് അതായിരിക്കും പോലീസ് കോടതിയിൽ സമർപ്പിക്കുക. പ്രത്യേകിച്ച് ആദ്യം തന്നെ ഈ ആരോപണം വന്ന് ഈ പരാതി വന്നതിന് പിന്നാലെ തന്നെ കേസ് അന്വേഷിക്കുന്ന കന്റോൺമെന്റ് പോലീസ് ആദ്യം ചെയ്തത് ഈ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് തേടിയുള്ള ഒരു യാത്രയായിരുന്നു. തമ്പാനൂർ ടെർമിനലിലെത്തി പരിശോധന നടത്തുമ്പോഴാണ് മെമ്മറി കാർഡ് അവിടെ ഇല്ല എന്നവർക്ക് വ്യക്തമാകുന്നത്. കാരണം ഇനി ആ മെമ്മറി കാർഡ് കിട്ടിയാൽ തന്നെയും അതിൽ ഈ ഡ്രൈവർ എന്തെങ്കിലും ലൈംഗിക അധിക്ഷേപമോ മറ്റേതെങ്കിലും ആംഗ്യമോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയില്ല. കാരണം അതിനും പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഇത് ബസ്സാണെങ്കിൽ ഈ കാണുന്ന ഏറ്റവും മുകളിലാണ് ഒരു ക്യാമറ, ബസ്സിന്റെ മുൻഭാഗത്തെ ക്യാമറ ഏറ്റവും മുകളിലായിരിക്കും സ്ഥാപിച്ചിരിക്കുക. അത് നേരെ ബസ്സിനുള്ളിലുള്ള മറ്റ് ആക്ടിവിറ്റീസും ബസ്സിനുള്ളിലുള്ള യാത്രക്കാരൊക്കെ ലഭിക്കുമെന്നല്ലാതെ ഈ മുകൾ ഭാഗത്ത് KSRTC മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്നും ഈ ഭാഗത്തിരിക്കുന്ന ഡ്രൈവറുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കിട്ടില്ല. ആ രീതിയിലല്ല അതിന്റെ ക്രമീകരണം. പിന്നെ മറ്റു രണ്ട് ക്യാമറ, ഒന്ന് ബസ്സിന്റെ ബേക്കിലാണ്, പിൻഭാഗത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ മെമ്മറി കാർഡ് കിട്ടിയാലും അതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാനായാലും ആ ദൃശ്യങ്ങളിൽ നിന്ന് പക്ഷേ മേയർക്ക് നേരെ യദു ഡ്രൈവർ സീറ്റിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും ലൈംഗികാധിക്ഷേപം നടത്തിയോ എന്നുള്ളത് വ്യക്തമാവില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യ തെളിവ് തേടി പോലീസ് പോയിരിക്കുന്നത്. ഏതായിരുന്നാലും ആ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതായത് ആ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളും പോലീസ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുൾപ്പെടെയായിരിക്കും കുറ്റപത്രം സമർപ്പിച്ച് കോടതിയിൽ ഈ കുറ്റപത്രം വൈകാതെ സമർപ്പിക്കുക. കഴിഞ്ഞ ദിവസം മേയറുടെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുക. കുറ്റപത്രത്തിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം യദു അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് യദു പറയുന്നു, ചെയ്തു എന്ന് മേയർ പറയുന്നു. ഈ രണ്ട് വാദത്തിനപ്പുറം അത് മേയറുടെ വാദം സ്ഥിരീകരിക്കുന്നതോ യദുവിന്റെ വാദം സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള ഒരു തെളിവുകളും ഒരു സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം ബസ്സിലെ കണ്ടക്ടറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കണ്ടക്ടറും പറയുന്നത് ബസ്സിന്റെ സൈഡിലാണ് ഇരുന്നത്, ഡ്രൈവർ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് തന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ്. ചില യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ യാത്രക്കാരും ഏതായാലും അങ്ങനെ യദുവിനെതിരെ ഒരു മൊഴി നൽകിയതായി, അങ്ങനെ ലൈംഗികാധിക്ഷേപം നടത്തിയത് ഞങ്ങൾ കണ്ടു എന്ന വിധത്തിലൊരു മൊഴി നൽകിയതായും വിവരങ്ങൾ പുറത്ത് വന്നിട്ടുമില്ല. അതുകൊണ്ട് കോടതി ഇനി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം. സമാന്തരമായി തന്നെ ഇതിപ്പോൾ കന്റോൺമെന്റ് പോലീസാണ് ഈ മേയറുടെ പരാതി പരിശോധിക്കുന്നതും ഇന്നലെ ഈ പറയുന്ന നിരത്തിൽ പരിശോധന നടത്തിയത്, ബസ്സും കാറും ഒക്കെ ഓടിച്ച് പരിശോധന നടത്തിയത്. മെമ്മറി കാർഡ്
നഷ്ടമായതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നത് കന്റോൺമെന്റ് തമ്പാനൂർ പോലീസാണ്. തമ്പാനൂർ പോലീസ് ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അവർക്ക് ഇതുവരെയും അത് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരം ലഭിച്ചിട്ടുമില്ല. ഏതായാലും അങ്ങനെ ആ ഒരു വിവരം ലഭിക്കുകയോ മെമ്മറി കാർഡ് ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കന്റോൺമെന്റ് പോലീസിന്റെ ഈ അന്വേഷണത്തിനും അത് വലിയ രീതിയിൽ സഹായകമാകും. പക്ഷേ ആ മെമ്മറി കാർഡ് കാണാമറയത്തേക്ക് പോയി അതിന് പുറം ലോകം കാണുമെന്ന് വലിയ പ്രതീക്ഷ പോലീസിനുമില്ല, മേയർക്കുമില്ല, യദുവിനുമില്ല. അത് കൊണ്ടുപോയവർക്കും അത് ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അരുണെ മനസ്സിലാക്കാനാകുന്നത്. ഓക്കെ, താങ്ക് യു അല്ലമീനാണ് കാര്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിച്ചത്, വിശദമായി തന്നെ എത്തിച്ചു. KSRTCയുടെ ഡ്രൈവറും ഒപ്പം മേയർ സഞ്ചരിച്ചിരുന്ന കാറും അത് പുനരാവിഷ്കരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പോലീസ് ഇങ്ങനെ സാഹചര്യ തെളിവുകൾ തേടിയുള്ള അന്വേഷണം ഏകദേശം തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നത്. ഇനി നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട ചോദ്യം ആ പെൻഡ്രൈവ് ആരുടെ കയ്യിലാണ്? അതും തമ്പാനൂരിലെ KSRTCയുടെ ടെർമിനലിൽ വെച്ചൊരു പെൻഡ്രൈവ് അടിച്ചുകൊണ്ട് പോയിട്ട് നമുക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ പരിസരങ്ങളിലേക്ക് CCTV ഉണ്ട്. അങ്ങനെയാണെങ്കിൽ CCTV ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് ആരായിരിക്കും എത്ര വിദഗ്ധമായ പെൻഡ്രൈവ് അടിച്ചുകൊണ്ട് പോയത്? സാഹചര്യ തെളിവുകൾ മാത്രം വെച്ച് യദു പറഞ്ഞത് സ്ഥിരീകരിക്കാൻ കോടതിക്ക് കഴിയുമോ എന്നതിൽ സംശയമുണ്ട്. കാരണം ഒരു സാക്ഷിമൊഴിയും യദുവിനെതിരായിട്ടില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇങ്ങനെ ഡ്രൈവർ ഏതെങ്കിലും തരത്തിൽ ചേഷ്ട കാണിച്ചാൽ കാറിൽ താഴെ ഇരിക്കുന്ന കാറിനുള്ളിലിരിക്കുന്ന മേയർക്ക് അത് കാണാൻ കഴിയും എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അറിയേണ്ടത് ആ ദൃശ്യങ്ങൾ മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി കോടതി ഇതിലെടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും.